ഒരു സത്യം പറയട്ടെ, ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എനിക്ക് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടായ ആളുകളുണ്ട്, ഈ രക്ഷാദൗത്യത്തിലെ ആളുകൾ. അത് ാണ് പോകുന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി ഇപ്പോൾ ഭക്ഷ്യവകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് റവന്യൂ വകുപ്പ് കളക്ട് ചെയ്ത ഭക്ഷണം, സേഫ്റ്റി നോക്കി അവർ കൊണ്ടുവന്ന ഭക്ഷണം ഞാനൊന്ന് കാണിച്ചു തരാം. അവർ ലഘുഭക്ഷണം, ബ്രെഡും സ്നാക്സും ഒക്കെ സാധാരണ കൊടുക്കാറുണ്ടായിരുന്നു. അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു ചാക്ക് ബ്രെഡാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ ബ്രെഡിൽ ഡേറ്റ് ഒന്ന് നോക്കുക. ഡേറ്റ് കഴിഞ്ഞ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതായത് നന്നായിട്ടുണ്ട്. എന്താ ഉറക്കം വരുന്നു. അവൻ ഇങ്ങനത്തെ ഒരു ഡോൾബി ആണെന്ന് തോന്നുകയില്ല. എന്തൊരു നല്ല മുഖം. ആ മുഖവും ആരെയും സംസാരിച്ച് വീഴ്ത്താറുള്ള ആ നാക്കുമാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. 30-ാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാക്കറ്റ് ബ്രെഡ്, അതുപോലെ 2-ാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ്, അതായത് ബ്രെഡ് കാണാം. ആ ബ്രെഡിൽ പൂപ്പലടിച്ച് കിടക്കുന്ന ഒരു ബ്രെഡ്, അത് ലഘുഭക്ഷണമാണ്. പലരും എല്ലാരും വിളിച്ചു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ എന്നേ പറഞ്ഞില്ല ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. വളണ്ടിയർമാർ ആ നിലയിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വിതരണം അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള പരാതി വരികയാണെങ്കിൽ അവിടെ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. ഈ സോണൽ ഹെഡ്മാർ വഴിയാണ് ഇത് നൽകുന്നത്. ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. എടാ, ഓലക്കാലി തൂങ്ങിയവന്റെ കണങ്കാലി തൂങ്ങിയവനാണ് ഇവൻ. ആ ഭക്ഷണ വിതരണം ഈ മേഖലകളിലൊക്കെ പൂർണ്ണമായും താളം തെറ്റിയ ഒരു സാഹചര്യമാണ്. രാവിലെ ഇവിടെ എത്തി, നമുക്കറിയാം രാവിലെ 5:30-ക്കും 6 മണിക്കും 7 മണിക്കും ഒക്കെ എത്തി പണി തുടങ്ങുന്ന ആളുകളാണ് പലരും. പക്ഷേ ഇതുവരെയും പല മേഖലകളിലും ഭക്ഷണം എത്തിയില്ല. പോലീസുകാർ പോലും, ഇവിടെ ജോലിക്ക് നിൽക്കുന്ന പോലീസുകാർക്ക് പോലും ഭക്ഷണം ലഭിച്ചില്ല. എങ്ങനെ ഇരിക്കണം? നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ ബഹുമാനായ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഊന്നൽ കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്ത മേഖലയിലെ ടൂറിസം പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡിസാസ്റ്റർ ടൂറിസം പാടില്ല എന്ന്. അത് പിന്നെ ഞാൻ അപ്പോഴത്തെ ഒരു ആവശ്യത്തിൽ പറഞ്ഞല്ലേ. കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഡിസാസ്റ്റർ PR-ഉം ചെയ്യാൻ പാടില്ല. ഈ ദുരന്തത്തെ നിങ്ങളുടെ മാത്രം പരിധിയിലുള്ള ഒരു PR-ന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ഇപ്പം ആ ഡിസാസ്റ്റർ ടൂറിസം പാടില്ല എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഡിസാസ്റ്റർ PR-ഉം ചെയ്യാൻ പാടില്ല. ഈ എന്നെ അപമാനിക്കരുത് പ്ലീസ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. പ്രവർത്തിക്കുന്നു. ഡിസാസ്റ്റർ ടൂറിസം ആരും നടത്താൻ പാടില്ല, ഡിസാസ്റ്റർ PR-ഉം ആരും നടത്താൻ പാടില്ല. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയായി ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണം. അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഈ നിമിഷം വരെ 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ ഞാൻ പോകുന്നു. ബൈ ബൈ.